അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ IBD3Dയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ IBD3Dയിൽ ഡേർട്ട് ബൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കാദ്യം ഡേർട്ട് ബൈക്ക് എങ്ങനെ എടുക്കുകയെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ ഡേർട്ട് ബൈക്ക് സ്പോൺ ചെയ്തിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് ഡേർട്ട് ബൈക്ക് GLB ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ല ഗൈസ്, അങ്ങനെ എടുക്കുക രീതി അറിയുണ്ടാവും നിങ്ങൾക്ക്. പക്ഷേ ഏത് ലിങ്കിലും എടുക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞിടാം, വേണമെങ്കിൽ എല്ലാം പറഞ്ഞിരുന്നതായാലും പിന്നെ ആൾക്കാരെ കയറ്റാൻ പറ്റും. എനിക്കറിയില്ല, ഇത് നീ നോക്കിയാലോ. നോക്കാം ഗൈസ്, അവിടെ ഒരാൾ പോകുന്നുണ്ട്, അയാളൊന്ന് കയറ്റിയതാണ്. ശരിക്കും 2 സീറ്റുള്ള വണ്ടിയിലേ പറ്റുള്ളൂ, എന്നാലും അങ്ങനെ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പറ്റില്ല ഗൈസ്, ഒന്ന് കുറച്ചും കൂടെ ഒന്ന് നോക്കി കേട്ടോ. നമുക്കൊന്ന് ഓടിച്ചു കുറച്ച് റാമ്പിലൊന്ന് കയറ്റി കുറച്ച് ദൂരം പോകേണ്ടി ഗൈസ്. പിന്നെ ആകാശത്തേക്ക് പറഞ്ഞു ഗൈസ് നമ്മുടെ വണ്ടി. പുതിയ ഷൂ ആയാ കേട്ടോ, പഴയതുപോലെ ഗൈസ് തിരിച്ചു വന്ന പോലെ ഉണ്ട്. ആ റാമ്പിൻ്റെ അറ്റം വരെ പോയിട്ട് ഇനി ഗൈസ് അതെങ്ങനെ നമുക്ക് ഞാൻ ഒന്ന് ബൈക്ക് പാർക്കിയിട്ട് ഇറങ്ങട്ടെ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ എടുക്കണം. ആദ്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് RGS മെനുവിൽ ലിങ്ക് ഒന്ന് ലോഡ് ചെയ്യുക. ഈ ലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഫയൽ മാനേജർക്ക് പോകും. അപ്പോൾ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഡേർട്ട് ബൈക്ക് GLB എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഇട്ടു. എവിടെ കാണാനില്ലല്ലോ ഗൈസ്, ഡേർട്ട് ബൈക്ക് GLB ഇവിടെ കാണാനില്ല ഗൈസ്. കുറച്ച് മുകളിലേക്ക് പോയി നോക്കാം. അതാ ഡേർട്ട് ബൈക്ക് GLB ഗൈസ്. അതങ്ങനെ ലോഡ് ചെയ്താൽ നിങ്ങൾക്കും ഡേർട്ട് ബൈക്ക് സ്പോൺ ആക്കാൻ പറ്റും. പിന്നെ എൻ്റെ കളറും ഒക്കെ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ ബ്ലാക്ക് കളറാക്കാം. മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ? കാർസിന് മോഡിഫിക്കേഷൻ ചെയ്യുന്ന പോലെ പറ്റൂല ഗൈസ്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അതിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കേൾക്കാം ഗൈസ്. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.